8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകൊണ്ട്. പിണറായിയുടെ ജനവിരുദ്ധ അഴിമതി ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും നിലമ്പൂർ തിരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. പിണറായി സർക്കാരിന്റെ അഴിമതി ജനവിരുദ്ധ പ്രീണന നയങ്ങൾക്കെതിരെയും ഉയർന്നുവരുന്ന ജനരോഷത്തെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനുമെതിരായ വിധിയെഴുത്തായിരിക്കും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിണറായി സർക്കാരിന്റെ ജനവിരുദ്ധതയ്ക്കും വികസന വിരുദ്ധതയ്ക്കും അഴിമതിക്കും പ്രീണന രാഷ്ട്രീയത്തിനുമെതിരായ ജനവിധിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തെ സർവനാശത്തിലേക്ക് നയിച്ച പിണറായി ഗവൺമെന്റിനെതിരെ ഉയർന്നു വരുന്ന ജനരോഷത്തെ പ്രതിരോധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന കോൺഗ്രസിനും UDF-നും എതിരായിട്ടുള്ള ജനവിധി കൂടിയായിരിക്കും നിലമ്പൂരിൽ ഉണ്ടാവുക. അതോടൊപ്പം ഭാരതീയ ജനതാ പാർട്ടിയും NDA-യും ഉയർത്തിപ്പിടിക്കുന്ന വികസന രാഷ്ട്രീയത്തിന്, അതായത് വികസിത കേരളം, വികസിത നിലമ്പൂർ എന്ന ലക്ഷ്യത്തിന് അനുകൂലമായി നിലമ്പൂരിലെ ജനങ്ങൾ വിധി എഴുതാൻ തയ്യാറാകും എന്നുള്ളതാണ് NDA-യുടെ പ്രത്യാശ. നോക്കൂ, നിലമ്പൂരിലെ ജനങ്ങള് കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ 3 തെരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നത്. അതിൽ 2 തെരഞ്ഞെടുപ്പ് അനാവശ്യമാണ്, ജനങ്ങളെ തലയിൽ അടിച്ചേൽപ്പിച്ചതാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂരിലെ ജനങ്ങളുടെ തലയിൽ അടിച്ചേൽപ്പിച്ചത് UDF ആണെങ്കിൽ, കോൺഗ്രസ് ആണെങ്കിൽ, ഏറ്റവും ഒടുവിലത്തെ ഈ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിച്ചതിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം മാർക്സിസ്റ്റ് പാർട്ടിക്കാണ്, LDF-നാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിക്കും കോൺഗ്രസിനും LDF-നും UDF-നും എതിരായിട്ടുള്ള ജനവികാരമായിരിക്കും, ജനവിധിയായിരിക്കും ഉണ്ടാകുക. ഈ തെരഞ്ഞെടുപ്പിൽ 65 വർഷക്കാലം സംസ്ഥാനത്ത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും LDF-ഉം UDF-ഉം നാളിതുവരെ തുടർന്നു വന്ന അധാർമിക രാഷ്ട്രീയം, അധോലോക രാഷ്ട്രീയം, അവിശുദ്ധ രാഷ്ട്രീയം, അതേപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വികസന വിരുദ്ധത, ജനവിരുദ്ധത, അഴിമതി, പ്രീണന നയം, ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. ഇപ്പൊ പ്രധാനമായിട്ടും മലയോര മേഖല, ആ മലയോര മേഖലയിൽ ജനങ്ങളോട് LDF-ഉം UDF-ഉം കാണിച്ചിട്ടുള്ള അവഗണനക്കെതിരെ അതിശക്തമായ അമർഷം ആ മേഖലയിൽ ഇപ്പോ നിലനിൽക്കുന്നു. അത് വന്യജീവികളിൽ നിന്നുള്ള അക്രമമായാലും ശരി, മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു, കാർഷിക വിഭവങ്ങൾ നഷ്ടപ്പെടുന്നു. ഇതിനോടൊന്നും പ്രതികരിക്കാൻ തയ്യാറാകാത്ത LDF-നോടും UDF-നോടുള്ള അമർഷം മലയോര മേഖലയിൽ ഇപ്പൊ പ്രകടമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മലയോര മേഖലയിലെ കർഷകരുടെ രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടും. പക്ഷെ ഇത് LDF-ഉം ഭയപ്പെടുന്നു, UDF-ഉം ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് മലയോരത്തിന്റെ മകനായിട്ടുള്ള BJP NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിനെ LDF-ഉം പരിഹസിക്കുന്നു, UDF-ഉം പരിഹസിക്കുന്നു. അതായത് മലയോര മേഖലയെ LDF-ഉം ഭയപ്പെടുന്നു, UDF-ഉം ഭയപ്പെടുകയാണ്. മറ്റൊന്ന്,
ഇതൊക്കെ ഈ നിലമ്പൂരിലെ ജനങ്ങൾ, അത് സംസ്ഥാനത്തുടനീളം ഈ രണ്ട് മുന്നണികളുടെയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വികസന വിരുദ്ധത, അതിന് പ്രകടമായ ഉദാഹരണമാണ് ഈ നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത. NDAയുടെ ഗവൺമെന്റ് ഈ പാത നടപ്പിലാക്കാൻ തയ്യാറാണ്. പക്ഷേ ഇരു മുന്നണികൾക്കും ഈ റെയിൽപാതയോട് യാതൊരു താല്പര്യവുമില്ല. ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഇപ്പോഴുള്ള റെയിൽവേ മന്ത്രി ശ്രീമാൻ അശ്വിനി വൈഷ്ണവ് പാർലമെന്റിനകത്തും പുറത്തും നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത നടപ്പാക്കുമെന്നുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ തീരുമാനം ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. പക്ഷേ അതിന്റെ ചെലവിന്റെ പകുതി പണം സംസ്ഥാന സർക്കാർ കൊടുക്കേണ്ടതാണ്. പക്ഷെ അതിനോട് മുഖം തിരിഞ്ഞ നിലപാടാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന 3 തിരഞ്ഞെടുപ്പിൽ 2 എണ്ണവും അനാവശ്യവും അടിച്ചേൽപ്പിച്ചതുമായിരുന്നു. ഒരു തിരഞ്ഞെടുപ്പിന് കാരണം UDF ആണെങ്കിൽ ഇപ്പോഴത്തേതിന് കാരണം LDF ആണ്. അതിനാൽ LDFനും UDFനും എതിരായ ജനവിധിയായിരിക്കും ഈ തിരഞ്ഞെടുപ്പ്. ജനങ്ങൾക്ക് നേരെയുള്ള അവഗണനയ്ക്കെതിരെ അമർഷം നിലനിൽക്കുന്നുണ്ട്. മനുഷ്യജീവനും കൃഷിയും നഷ്ടമാവുകയാണ്. മലയോരത്തെ കർഷക പ്രശ്നം ചർച്ചയാകുന്നതിൽ LDFനും UDFനും ഭയമുണ്ട്. ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും വികസന വിരുദ്ധതയ്ക്ക് ഉദാഹരണമാണ് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത യാഥാർത്ഥ്യമാകാത്തത്. കേന്ദ്ര സർക്കാർ ഈ പാത നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു. പകുതി പണം സംസ്ഥാനം നൽകണം. എന്നാൽ അതിന് LDF തയ്യാറല്ല. നിലമ്പൂരിൽ ബൈപ്പാസ് പ്രഖ്യാപിച്ച് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പാതയായില്ല. നിലമ്പൂരിലെ സർക്കാർ കോളേജ് ആദ്യത്തെ 2 കൊല്ലം ഒരിടത്തും പിന്നെ 2 കൊല്ലം മറ്റൊരിടത്തുമാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള വികലമായ വികസന നയം ഇത്തവണ നിലമ്പൂരുകാർ ചോദ്യം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. NDAയുടെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് നിലമ്പൂർ കോടതിപ്പടിയിൽ നടക്കും. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യും. BDJS സംസ്ഥാന ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കുമ്മനം രാജശേഖരൻ, K സുരേന്ദ്രൻ തുടങ്ങിയ നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചരണത്തിനെത്തുമെന്നും PK കൃഷ്ണദാസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.